വരും മാസങ്ങളിൽ നിങ്ങൾക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നോക്കാം. ചിലർ പുതിയതായി ഒരു ജോബിലോ പഠിക്കാനോ എന്തിലോ ചേർന്നതായി കാണുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്നതായി കാണുന്നുണ്ട്. എന്നാലും അതൊന്നും പ്രശ്നമാക്കാതെ കഠിനമായ പ്രയത്നത്തിലൂടെ മുന്നോട്ട് പോകുന്നു. ഒരിടത്തും തോറ്റുകൊടുക്കാൻ നിങ്ങൾ തയ്യാറല്ല. അവിടെ ജോലിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും നിങ്ങൾക്ക് അവിടെ വളരെയധികം പ്രശ്നങ്ങൾ ഉള്ളതായി കാണുന്നു. പഠിക്കുന്ന ഇടമാണെങ്കിലും നിങ്ങൾ അവിടെ അകപ്പെട്ടു പോകുന്നു. വ്യക്തിപരമായി നിങ്ങൾക്ക് യാതൊരു വളർച്ചയും ഉണ്ടാകുന്നതായി കാണുന്നില്ല. നിങ്ങളുടെ കഴിവിനനുസരിച്ച് അവിടെ ഉയരാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടാകുന്നു. ഈ ഒരു 3 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് അതിൽ നല്ലൊരു മാറ്റം വരുന്നുണ്ട്. നിങ്ങളിപ്പോൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പ്രയത്നിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ പ്രതീക്ഷിച്ച റിസൾട്ട് ഇവിടെ നിന്നും കിട്ടുന്നില്ല. ധനപരമായി നിങ്ങൾക്ക് ഒരു പുരോഗതിയും ഉണ്ടാകുന്നില്ല. നിങ്ങളുടെ ജോലി സ്ഥലത്ത് ഒത്തിരി പ്രശ്നങ്ങൾ ഉള്ളതായി കാണുന്നുണ്ട്. നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കുന്നുണ്ട്. പക്ഷേ ചിലരോട് പറയുന്നു, ഇപ്പോൾ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നിങ്ങളുടെ സമയം കുറച്ച് മോശമാണ്. ഇത് മാറി വരുന്നതിനായി വെയിറ്റ് ചെയ്യുക. എടുത്തു ചാടി ഒരു പാർട്ട്ണർഷിപ്പിലൊന്നും പോകാതിരിക്കുക. പക്ഷേ ഈ സമയദോഷങ്ങളൊക്കെ മാറുമ്പോൾ നിങ്ങളുടെ കയ്യിലേക്ക് മണി വരുന്നതാണ്. ഈ തടസ്സങ്ങളൊക്കെ മാറും. ഒത്തിരി പേർ ഇപ്പോൾ വളരെയധികം പ്രയാസത്തിലൂടെ ബിസിനസ് നഷ്ടപ്പെട്ടും പഠിത്തം കുറച്ച് മുടങ്ങിയുമൊക്കെ കാണുന്നുണ്ട്. അതിൽ നിന്നൊക്കെ നിങ്ങൾ ഒരു 3 months കൂടി കഴിഞ്ഞാൽ ചിലവർക്ക് സന്തോഷം ലൈഫിലേക്ക് വരുവാണ്. ഫാമിലിയുമായിട്ട് ഒത്തിരി ട്രാവൽ ചെയ്യുക, ഹാപ്പി ആയിട്ടിരിക്കുക, ബിസിനസ്സൊക്കെ ഗ്രോ ചെയ്യുക, ഇങ്ങനെയുള്ള ഒത്തിരി സന്തോഷത്തിൻ്റെ നിമിഷങ്ങളാണ് 3 മാസത്തിനുള്ളിൽ നിങ്ങളിലേക്ക് വരുന്നത്. ഇപ്പോൾ നിങ്ങൾ ഒന്ന് ക്ഷമിച്ച് കാത്തിരിക്കുക. പുതിയതൊന്നിലേക്കും എടുത്തു ചാടി ഒന്നും ചെയ്യാതിരിക്കുക. ഇപ്പോൾ നിങ്ങൾ ഒരു തീരുമാനം എടുക്കാൻ കാത്തിരിക്കുകയാണ്. പക്ഷേ അത് എടുത്തു ചാടി ഒരു തീരുമാനമെടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നല്ലൊരു സമയം തന്നെയാണ് വരുന്നത്. നിങ്ങളുടെ ബിസിനസ് അല്ലെങ്കിൽ ജോലി സ്ഥാപനങ്ങളിലൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് വളരെയധികം പ്രശ്നങ്ങൾ ഉള്ളതായി, തടസ്സങ്ങൾ ഉള്ളതായി കാണുന്നുണ്ട്. ചിലരിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോബ് കളഞ്ഞു വേറെ ജോബിലേക്ക് പോകാൻ തീരുമാനിക്കുന്നതായും കാണുന്നുണ്ട്. പക്ഷേ കുറച്ച് വെയിറ്റ് ചെയ്തതിന് മാത്രം ഒരു തീരുമാനമെടുക്കുക. ചിലർക്കിപ്പോൾ സാമ്പത്തികമായി ഒത്തിരി പ്രശ്നങ്ങൾ നിൽക്കുന്നതായി കാണുന്നുണ്ട്. ഒത്തിരി കടങ്ങളൊക്കെ വാങ്ങി ചിലവാക്കി അങ്ങനെ വളരെ ബുദ്ധിമുട്ടിൽ മാനസികമായി തളർന്നു നിൽക്കുന്ന ഒരവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത ക്യാഷ് തിരിച്ചടയ്ക്കാൻ പറ്റാത്തൊരവസ്ഥയിലൊക്കെ ചിലർ പെട്ടു നിൽക്കുന്നതായും കാണുന്നുണ്ട്. അവർക്കൊക്കെ വളരെ പെട്ടെന്ന് തന്നെ അതിൽ നിന്നൊക്കെ ഒരു മുക്തി ഉണ്ടാവും. പക്ഷേ അതിന് കുറച്ച് കാലതാമസം 3 months വരെയൊക്കെ എടുക്കും. അതുവരെ എല്ലാവരും ഒന്ന് കാത്തിരിക്കുക. ഇപ്പോൾ ഈ അനുഭവിക്കുന്ന വേദനകളെല്ലാം മാറി പുതിയൊരു തുടക്കം, ഒരാഘോഷം ഒക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതാണ്. ചിലർക്ക് ജോലി നഷ്ടപ്പെട്ടിരിക്കുന്നതായും കാണുന്നുണ്ട്. ഈ ഒരു മാസം ചിലർക്ക് വളരെയേറെ ക്യാഷ് പ്രോബ്ലം ഉണ്ട്, വിഷമിച്ചു നിൽക്കുന്നു. അതൊക്കെയാണ് കാണുന്നത്. ഇനി നിങ്ങൾക്കുണ്ടാവുന്ന അല്ലെങ്കിൽ വരാൻ പോകുന്ന നല്ല സമയത്തിൽ നിങ്ങൾ കുറച്ച് സേവിങ്സൊക്കെ ചെയ്യണമെന്നും കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് പുതിയൊരു ക്യാഷ് ഫ്ലോ അല്ലെങ്കിൽ സന്തോഷമൊക്കെ വരാൻ പോകുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ സംശയത്തിൽ നിൽക്കുകയാണ്, അത് നിങ്ങൾക്ക് കിട്ടുമോ എന്നുള്ളൊരു സംശയം ഇപ്പോഴും ഉണ്ട്. പക്ഷേ നിങ്ങൾ വളരെയേറെ ഉയർച്ചയിലെത്താൻ പോകുന്നത് അടുത്ത വർഷം മാർച്ച് കഴിഞ്ഞിട്ടായിരിക്കും. പക്ഷേ 3 months കഴിഞ്ഞ് അതിനൊരു തുടക്കം വരുന്നതാണ്. കുറച്ച് പേരെ ആരൊക്കെയോ ചേർന്ന് പറ്റിച്ചതായും കാണുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ ഈ വിഷമമൊക്കെ മാറി നിങ്ങൾക്ക് നല്ലൊരു സമയം, സന്തോഷത്തിൻ്റെ സമയം വരുന്നതായിരിക്കും. ചിലർക്ക് നിങ്ങൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ സന്തോഷം ഉണ്ടാവാൻ പോകുന്നു. നിങ്ങളുടെ ബിസിനസ്സിൽ
വളരെയേറെ പ്രതീക്ഷകൾ വയ്ക്കുക. പഠനത്തിലും അതുപോലെ തന്നെ ഉയർച്ചകൾ ഉണ്ടാകാൻ പോകുന്നു. ഇപ്പോഴുള്ള ഈ വിഷമമൊക്കെ മാറി പുതിയൊരു തുടക്കം എന്തായാലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോവുകയാണ്.